സദയം ബോച്ചെ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തക കണ്ണൂർ സ്വദേശി കെ ദേവിക്ക് ലോട്ടറി വിറ്റുകിട്ടുന്ന തന്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് ആരോരുമില്ലാത്തവർക്കായി മാറ്റിവെക്കുന്ന മാതൃക പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഇത് 5ാം തവണയാണ് ഈ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള 2024 സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ച് അവാർഡാണ് കണ്ണൂർ ചട്ടുകപ്പാറ സ്വദേശി കെ ദേവിക്കാണ് അവാർഡ് നൽകുന്നത്. ഒന്നും പറയാനൊന്നുമില്ല കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. സദയത്തിന്റെ 15ാം വർഷത്തിലേക്കുള്ള ഈ അവാർഡിൽ ശരിക്കും ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ കൊല്ലവും നൽകുന്ന അവാർഡിന്റെ ചടങ്ങിൽ വാക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ്. 72ാം വയസ്സിലും പറ്റാൻ പോരാട്ടം എന്ന രീതിയിൽ സ്വന്തം കുടുംബത്തിൽ അത്രയും പട്ടിണിയായിട്ടുള്ള ആ ഒരു അംഗം തന്നെയാണ് ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പറ്റാൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേവിക്ക്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പേരും നമ്മുടെ ദേവി എന്നൊരു നല്ല രീതി തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 27ാം തീയതി ഈ മാസം 4ാം ഞായറാഴ്ച കോഴിക്കോട് വെച്ച് വേദി ഞങ്ങൾ റിലീസ് ചെയ്തില്ല കിട്ടണം. 72ാം വയസ്സിലും തൊഴിലെടുത്ത് പരിമിതമായ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം കൊണ്ട് ആരോരുമില്ലാത്തവർക്ക് അന്നമൂട്ടുന്ന കെ ദേവി എന്ന അമ്മയെയാണ് സദയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സദയം ബോച്ചെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. കണ്ണൂർ കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറ സ്വദേശിയാണ് ദേവി. ലോട്ടറി വിൽപ്പനയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഒരു വിഹിതം അശരണർക്കായി ദേവി നീക്കിവെക്കുന്നത്. 26 വർഷമായി അശരണർക്കായി വിഹിതം നീക്കിവെക്കുന്നു. കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള സ്നേഹാലയത്തിൽ 9 വർഷത്തിലേറെയായി ഈ അമ്മ തന്റെ ഒരു വിഹിതം നൽകി വരുന്നുണ്ട്. ആവശ്യക്കാർക്ക് അന്നമൂട്ടാൻ സമ്പാദ്യമല്ല മനസ്സാണ് വേണ്ടതെന്ന് സമൂഹത്തിന് കാണിച്ചു തരുന്ന കെ ദേവി എന്ന അമ്മയ്ക്കാണ് സദയം ബോച്ചെ അവാർഡ് സമർപ്പിക്കുന്നതെന്ന് സർവദമനൻ കുന്നമംഗലം, ഉദയേന്ദ്രകുമാർ, എം സുധിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.